10.5 ലക്ഷം കോടി വരുമാനമുള്ളൊരു ഇന്ത്യൻ കമ്പനി. തങ്ങളുടെ വരുമാനത്തിൻ്റെ 66% ചാരിറ്റിക്കായി ചെലവിടുന്ന ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് കോൺഗ്ലോമറേറ്റ്. ലോകമെമ്പാടും 7.5 ലക്ഷത്തോളം തൊഴിലാളികൾ, 100-ൽ പരം രാജ്യങ്ങളിൽ സാന്നിധ്യം, 30 തൊട്ട് 150ഓളം വിവിധ ഉൽപ്പന്നങ്ങൾ, ഒരേയൊരു ബ്രാൻഡ്. ലോകത്തിനു മുൻപിൽ അഭിമാനമുള്ള ഇന്ത്യക്കാരൻ്റെ ഒരേയൊരു ബ്രാൻഡ്, അതാണ് ടാറ്റ. തലമുറകൾ മാറിയിട്ടും ഒരു ഘട്ടത്തിൽ പോലും കളങ്കമേൽക്കാത്ത, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും കുടപിടിക്കാത്ത ഇന്ത്യയുടെ ഏക കമ്പനി, അതാണ് ടാറ്റ. തലമുറകളായി ബിസിനസ് ചെയ്യുന്ന ടാറ്റയേക്കാൾ വലിയ കോടീശ്വരൻ ഇന്നലെ വന്ന അംബാനിയാണ്. കാരണം അംബാനി വെറുമൊരു ബിസിനസ്സുകാരൻ മാത്രമാണ്. ആ ബിസിനസ്സുകാരന് മാറി വരുന്ന ഗവൺമെൻറ്റുകളുമായി നല്ല ബന്ധമുണ്ട്. എന്നാൽ ടാറ്റയ്ക്ക് ബിസിനസ് ലാഭത്തിനും പുറം ഇന്ത്യ എന്ന രാജ്യത്തെ പുനരുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിച്ച് കോടികളുണ്ടാക്കി അതിൻ്റെ ലാഭവിഹിതം രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്ത് ചെറിയ മീനിട്ട് വലിയ മീൻ പിടിക്കുന്ന, ഇന്ത്യയെ വീതം വെച്ചെടുക്കുന്ന പുതിയ തലമുറയിലെ കോടീശ്വരന്മാരെയും ടാറ്റയും വേർതിരിക്കുന്ന പ്രധാന ഘടകം മനുഷ്യത്വമാണ്. അതിൻ്റെ നേർപത്രമാണ് ഈ അടുത്ത കാലത്ത് കോവിഡ് പ്രതിരോധത്തിന് ടാറ്റ സംഭാവന നൽകിയ 1500 കോടി രൂപയും കാസർഗോഡ് കോവിഡ് ഹോസ്പിറ്റലുമെല്ലാം. 1868 ഇന്ത്യയെ മാറ്റിമറിച്ച ടാറ്റ ഗ്രൂപ്പിൻ്റെ തുടക്കം. ഗുജറാത്തിലെ ഒരു വെൽ ഓഫ് കുടുംബത്തിൽ ജനിച്ച ജംഷഡ്ജി ടാറ്റ അക്കാലത്തെ 21,000 രൂപ, ഇന്നത്തെ ഏകദേശം 300 കോടിയോളം രൂപ മുതൽ മുടക്കിൽ സ്പിന്നിംഗ് മില്ലുകൾ മുംബൈയിൽ സ്ഥാപിച്ചു. അക്കാലത്ത് പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ച് കിട്ടിയ എല്ലാ നല്ല അനുഭവ സമ്പത്തുകളും തൻ്റെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത അദ്ദേഹത്തിന് 4 സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1. ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ലോക നിലവാരത്തിൽ ഒരു ഹോട്ടൽ. 2. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ലോകോത്തര ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 3. ജർമ്മൻ മാതൃകയിൽ ഒരു ലോകോത്തര സ്റ്റീൽ പ്ലാന്റ്. 4. ഇന്ത്യയിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഇന്ത്യയുടെ ലാൻഡ്മാർക്കായ താജ് പാലസ് പൂർത്തിയാക്കാനേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. 1903 ഇന്ത്യയുടെ അഭിമാനമായ താജ് പാലസ് പൂർത്തിയായത്. എന്നാൽ 1904 ജർമ്മനിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനായ ദുറാബ്ജി ടാറ്റ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനാവുകയും 1907 തൻ്റെ പിതാവിൻ്റെ സ്വപ്നമായിരുന്ന ടാറ്റ സ്റ്റീൽ തുടങ്ങി. 1910 ടാറ്റ ഇലക്ട്രിക് പവർ സ്റ്റേഷനും 1911 ബാംഗ്ലൂരിൽ വേൾഡ് ക്ലാസ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിച്ചു. അങ്ങനെ തൻ്റെ പിതാവിൻ്റെ സ്വപ്ന പദ്ധതികളെല്ലാം പൂർത്തിയാക്കി. ഇക്കാലത്ത് ടാറ്റ ഒരു ട്രയാങ്കിൾ പോലെ വളരുകയായിരുന്നു. 1932 ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ 14 കമ്പനികൾ കൂടി ആഡ് ചെയ്തു. ദുറാബ്ജി ടാറ്റയുടെ മരണത്തെ തുടർന്ന് JRD ടാറ്റ ചെയർമാനായി അവരോധിക്കപ്പെട്ടു. 1929 ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിക്കുന്നത് JRD ടാറ്റയ്ക്കാണ്. 1932 അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈനായ ടാറ്റ എയർലൈൻ സ്ഥാപിക്കുകയും 1950 ആയപ്പോഴേക്കും ഈ എയർലൈനിൻ്റെ നല്ല പെർഫോമൻസസ് കണ്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു. അതാണ് എയർ ഇന്ത്യ. 1977 വരെ JRD ടാറ്റയായിരുന്നു എയർ ഇന്ത്യയുടെ ചെയർമാൻ. അതിനുശേഷം എയർ ഇന്ത്യ എവിടെ എത്തിയെന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. 1945 ടാറ്റ മോട്ടോഴ്സ് സ്ഥാപിക്കുന്നത്. 1968 ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നായ TCS സ്ഥാപിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സബ്സീ നെറ്റ്വർക്കും ടാറ്റയുടേതാണ്. ലോകത്തിലെ 25% ഇൻ്റർനെറ്റ് ഡേറ്റകളും ഹാൻഡിൽ ചെയ്യുന്നത് ടാറ്റ നെറ്റ്വർക്ക് വഴിയാണ്. 1991 JRD ടാറ്റയുടെ മരണത്തോടെയാണ് നമുക്കേവർക്കും പ്രിയങ്കരനായ രത്തൻ ടാറ്റ ചുമതലയേൽക്കുന്നത്. അപ്പോഴേക്കും കമ്പനികളുടെ എണ്ണം 91 ആയിരുന്നു. 1991 ഗ്ലോബലൈസേഷൻ ടാറ്റ ഗ്രൂപ്പിന് വമ്പൻ തിരിച്ചടികളുണ്ടാക്കുകയും രത്തൻ ടാറ്റ വേൾഡ് മാർക്കറ്റ് ലക്ഷ്യം വെച്ച് നഷ്ടത്തിലായിരുന്ന വേൾഡിലെ പല കമ്പനികളെയും വാങ്ങുകയും ചെയ്തു. നിയർലി 100-ൽ പരം മൾട്ടിനാഷണൽ കമ്പനികളെയാണ് അദ്ദേഹം വാങ്ങി ലാഭത്തിലാക്കിയത്. ടാറ്റ എന്ന ഇന്ത്യൻ ബ്രാൻഡിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റിയത് രത്തൻ ടാറ്റയാണ്. നാനോ കാർ ഒരു പരാജയമായപ്പോൾ ഇന്ത്യൻ ടെക്നോളജിയെ പരിഹസിച്ച ഫോർഡിൻ്റെ നഷ്ടത്തിലായിരുന്ന ജാഗ്വർ, ലാൻഡ് റോവർ എന്നീ ലക്ഷറി ബ്രാൻഡുകൾ ടാറ്റ സ്വന്തമാക്കിയത് $2 ബില്യൺ. 2016 വരെയായിരുന്നു രത്തൻ ടാറ്റ ചെയർമാനായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 30 ഇരട്ടിയാണ് കമ്പനി വികസിച്ചത്. $5.7 ബില്യൺ നിന്നും $113 ബില്യൺ കമ്പനിയുടെ വളർച്ച. ടാറ്റയുടെ ബിസിനസ്സിൻ്റെ 67% അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ ഇന്ത്യക്കാർക്ക് വേണ്ടി കൂടിയാണ് ടാറ്റ സാൾട്ട് എന്ന കമ്പനി ബ്രിട്ടനിൽ സ്വന്തമാക്കിയത്. ബ്രിട്ടൻ്റെ രാജകൊട്ടാരമായ ബക്കിംഗ്ഹാം പാലസിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് താജ് 51 എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലും ജെയിംസ് കോട്ട് എന്ന ഹോട്ടലും സ്ഥിതി ചെയ്യുന്നത്. ടാറ്റ കെമിക്കൽസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോഡ ആഷ് കമ്പനിയാണ്. ടെറ്റ്ലി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടീ ബ്രാൻഡും. ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് 600 ബെഡുകളുള്ള ഹോസ്പിറ്റലാക്കി താജ് പാലസ് മാറ്റിയിരുന്നു.
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന മഹത്തായ കൺസെപ്റ്റ് ലോകത്തിൽ ആദ്യം നടപ്പാക്കിയത് ടാറ്റയാണ്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ PF, സ്ത്രീപുരുഷ സമത്വം, മെറ്റർനിറ്റി ലീവ്, 8 മണിക്കൂർ ജോലി ഇവയൊക്കെ നടപ്പാക്കാൻ ടാറ്റയ്ക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? 1800-കളിൽ ടാറ്റ തൊഴിലാളികൾക്ക് കൊടുത്തിരുന്ന ആനുകൂല്യങ്ങളിൽ നിന്നും കടം കൊണ്ടതാണ് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ. 2020 ഫെബ്രുവരിയിൽ UK-യിലെ ബെസ്റ്റ് എംപ്ലോയർ എന്ന പദവി ലഭിച്ചത് ടാറ്റയുടെ TCS-നാണ്. യൂറോപ്പിലെ ബിഗസ്റ്റ് സ്റ്റീൽ മേക്കർ എന്ന പദവിയും ടാറ്റയ്ക്കാണ്. ടാറ്റയെപ്പറ്റി പറയാൻ ഏറെയുണ്ട്. ഇന്ത്യയെ നിയന്ത്രിക്കുന്ന മറ്റു കോടീശ്വരന്മാർക്ക് മുൻപിൽ ടാറ്റയുടെ തട്ട് താണു തന്നെ ഇരിക്കും. ടാറ്റ ഒരു വികാരമല്ല, ജീവനാണ്, ഓരോ ഇന്ത്യക്കാരൻ്റെയും പാതി ജീവൻ. നന്ദി, നമസ്കാരം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ബൈ.